ഈ സർക്കുലർ ട്രാക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ CGL-ലും CHSL-ലൊക്കെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇത് വരുന്നത്. ഇപ്പോൾ സർക്കുലർ ട്രാക്കിൻ്റെ ഓരോരോ മോഡൽസ്, അതിനെ ബേസ് ചെയ്തിട്ട് ഓരോരോ മോഡൽസാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റണ്ണേഴ്സ് ഉണ്ട്. അവർ പേര് സോണി, മോണി എന്നാണ്. അവർ 200 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സർക്കുലർ ട്രാക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്പീഡ് 18 km/h ഉണ്ട്, 24 km/h ഉണ്ട്. ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം കഴിയുമ്പോൾ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്ര ടൈം കഴിയുമ്പോൾ അവർ മീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന കേസ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ അല്ലാതെ വേറെ നോക്കാം. 300 സപ്പോസ് ട്രാക്കിൻ്റെ ലെങ്ത് എന്ന് വിചാരിക്കാം. 300 ട്രാക്കിൻ്റെ ലെങ്ത് എന്ന് വിചാരിക്കുക. ഒരാൾ 50 m/s ഉണ്ട്, മറ്റാൾ 60 m/s ഉണ്ട്. അപ്പോൾ ഈ 300 ഉള്ള ട്രാക്കിൻ്റെ ലെങ്ത് ഉള്ള അതിനകത്ത് നമ്മുടെ 50 സ്പീഡിൽ ഓടുന്നവൻ 6 സെക്കൻഡ് കഴിയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. കാരണം 300/50 അവൻ 6 സെക്കൻഡ് എടുക്കും. അതേസമയം നമ്മുടെ 60 ഉള്ളവൻ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, 60 ഉള്ളവൻ 5 സെക്കൻഡ് കഴിയുമ്പോൾ എത്തും. ഓക്കെ, ഇതിനർത്ഥം ഈ 50 സ്പീഡുള്ളവൻ ഓരോ 6 സെക്കൻഡ് കഴിയും തോറും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുക. ഓരോ 6 സെക്കൻഡ് കഴിയും തോറും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുക. ഇവനാണെങ്കിൽ ഓരോ 5 സെക്കൻഡ് കഴിയും തോറും 60 സ്പീഡുള്ളവൻ ഓരോ 5 സെക്കൻഡ് കഴിയുമ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റീച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഈ പറയുന്ന 5-ൻ്റെയും 6-ൻ്റെയും അവരൊരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ LCM ആയിരിക്കും. ഓക്കെ, നിങ്ങളിത് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു 30 വരും. ഓക്കെ, ഇവിടെയും ചെയ്ത് പോകുമ്പോൾ 30 വരും. ഈ 30-ന് രണ്ടുപേരും എവിടെ എത്തും? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുമുട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അവർ ഒരു പ്രാവശ്യം ഫിനിഷ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ എത്ര ടൈം എടുക്കുമെന്ന് നോക്കുക. അതിൻ്റെ LCM എടുക്കുക. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 200 മീറ്റർ ആണ്. ആദ്യത്തവൻ 18 km/h ആണ്. 18 km/h എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/18 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓരോ 40 സെക്കൻഡ് കഴിയും തോറും സോണി ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റീച്ച് ചെയ്യും. അതേസമയം മോണിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 24 5/80, 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 6 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4, ഇത് 3. ഓക്കെ, 14 20, ഓക്കെ 30 വരും. അതായത് ഓരോ 30 സെക്കൻഡ് കഴിയും തോറും മോണിയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ LCM ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ LCM എന്ന് പറയുമ്പോൾ 30-ൻ്റെയും 40-ൻ്റെയും LCM 120 ആയിരിക്കും ആൻസറായിട്ട് വരാൻ പോകുന്നത്.